ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ അരിപ്പൊടി വറുത്തെടുത്ത അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കണം. റവ വറുത്തെടുത്തിട്ടൊന്നുമില്ല, നോർമൽ ആയിട്ടുള്ള റവയാണ്. റവയും കൂടി ചേർത്ത് പൊടികളെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. പൊടികളെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ 2 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് ശർക്കര നന്നായിട്ട് തന്നെ മെൽറ്റാക്കി എടുക്കണം. ശർക്കരപ്പാനി അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്, അത് മെൽറ്റാവട്ടെ. ആ സമയത്ത് നമുക്ക് ഈ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തേങ്ങയുടെ മിക്സ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 3 ഏലക്കായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഏലക്കായും ജീരകവും ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. മിക്സി ഒന്ന് ഒരു 2 സെക്കൻഡ് അടിച്ചെടുത്ത് ഇതൊന്ന് ഒതുക്കിയെടുക്കണം. തേങ്ങ ഞാനൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഒതുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഈ ശർക്കരപ്പാനി ചൂടോടെ നമ്മൾ മിക്സ് ചെയ്ത പൊടികളിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ശർക്കരയിലെ അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്ത് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് നെയ്യ് ഇതിലേക്ക് ചേർക്കുമ്പോൾ. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വേറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുമ്പോൾ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് ചേർക്കാം. പിന്നെ കറുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ മാവിൻ്റെ പരുവ് ഇങ്ങനെയാണ്. അധികം ലൂസും അല്ല അധികം കട്ടിയും അല്ല. ഈ ഒരു പരുവത്തിൽ വേണം ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇതിൽ പകുതി ഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വന്നാൽ ഇതിൻ്റെ പകുതി ഭാഗത്തോളം തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഉണ്ണിയപ്പം കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 ഭാഗവും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലും ആവണ്ട ലോ ഫ്ലെയിമിലും ആവണ്ട. ലോ ഫ്ലെയിമിലായാൽ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കുകയും ചെയ്യും. നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ കളറൊക്കെ ഏകദേശം ശരിയായി വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് മൂത്തതിന് ശേഷം ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ട് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കണം.
നമ്മുടെ ഉണ്ണിയപ്പം കംപ്ലീറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. ഇപ്പം നോക്കുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണിത്. ഇതിലേക്ക് തേങ്ങാക്കൊത്തും കറുത്ത വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതും കാണാനുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്